ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഹൗസ് വാമിങ്ങിന് പോകണം. ഞാനും അമ്മയും കൂടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെജിറ്റബിൾ ഉപ്പുമാവും കടലക്കറിയൊക്കെ ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തു. എന്നിട്ട് അമ്മ അതൊക്കെ റെഡി ആക്കുമ്പോഴത്തേക്കും ഞാൻ കാറൊക്കെ ഒന്ന് കഴുകി. പിന്നെ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതാ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. രാവിലെ തന്നെ നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് മേമയും പാപ്പനും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും പിക്ക് ചെയ്യണം. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി. ഇടയ്ക്കുള്ള കുറേ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. ഇതാണ് വീട്. ചെന്ന ഉടനെ വെള്ളമൊക്കെ കുടിച്ചു. ഇതാണ് കേട്ടോ വീട്. വീടിൻ്റെ ഉൾവശം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂറും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതിയത്. വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ ഒന്നും അങ്ങോട്ട് മിസ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ചേർത്ത് വെച്ചൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് കരുതി. ഇതാണ് കിച്ചൺ. വീടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ. അത് അവർ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടായിരുന്നു. ഇന്നിതാ എല്ലാവരും വിളിച്ച് ചേർന്ന് നല്ലൊരു ഫംഗ്ഷനായിരുന്നു. ഫംഗ്ഷനും വീടും ഒക്കെ സൂപ്പറായിരുന്നു. പക്ഷെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂർ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ ചെയ്യാം. പിന്നെ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ വല്യമ്മ, അമ്മയുടെ മൂത്ത ചേച്ചി. ഇതാണ് കേട്ടോ രണ്ടാമത്തെ മോൻ. ഇവിടെയാണ് വീട്. വൈഫ് സ്വാതി, അവരുടെ മോൻ. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. കാരണം മാമൻ്റെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീണ്ടും പെട്ടെന്നൊരു ഒത്തുചേരലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. 3 മക്കളാണ് കേട്ടോ വല്യമ്മയ്ക്ക്. ഇതാണ് മൂത്ത ആൾ വിബിച്ചേട്ടൻ. ചേട്ടൻ പോലീസിലാണ്. 2 പേരുടെയും വീട് അടുത്തടുത്താണ് കേട്ടോ. അതിനെ തൊട്ടടുത്ത് തന്നെ അവിടെ തറവാടും. അപ്പോൾ കുറച്ചു നേരം ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അപ്പുറത്ത് പോയിരിക്കും. എന്നിട്ട് ആ വർത്താനം പറിച്ചലും കഥ പറിച്ചലും കളിയും ചിരിയും വർത്താനൊക്കെ ആയിരുന്നു. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് ഒരു വിഷമം. അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറേ കഴിച്ചു. ഞാൻ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഈ കൈകൾ എൻ്റെയാണ്, പക്ഷേ ഐസ്ക്രീം എനിക്കല്ല കേട്ടോ, വല്യമ്മയ്ക്കായിരുന്നു. ഞാനങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല. പിന്നെ അമ്മായി മാമനൊക്കെ പെട്ടെന്ന് പോയിട്ടോ. കാരണം പോയിട്ട് എന്തോ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അമ്മായിക്ക് എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പോകണമായിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരങ്ങ് പോയി. ഇതിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതാ ഈ വീട്. ഞങ്ങൾ അവിടെ പോയിരിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നിരിക്കുക. ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഒക്കെ ഒത്തുകൂടുമ്പോൾ ഒരു രസമാണ് കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ വല്യമ്മയുടെ ഇളയ മോനാണ് നടുക്ക് നിൽക്കുന്നത്. ചേട്ടനും അനിയനും ചേട്ടത്തിയമ്മയും. നമ്മുടെ കുട്ടി ഹൗസ് ഓണറാണ് കിടക്കുന്നത്. ആകെ ക്ഷീണിച്ച് അവശനായിട്ട് കിടക്കുകയാണ് കേട്ടോ. അവ്യക്തം എന്നാണ് പേര്. അവി എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത്. ആള് ചിരിക്കില്ല എന്നുള്ള ഒറ്റ വാശിയിൽ കിടക്കുകയാണ്. ചിരിക്കില്ല, ക്യാമറയിൽ മുഖം കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശിയിൽ കിടക്കുകയാണ്. അപ്പം അങ്ങനെ പറ്റില്ലല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അതെടുത്ത് ഞാൻ തലയിൽ വെച്ചപ്പോൾ ആൾ ഉഷാറായിട്ടോ. അങ്ങനെ അവസാനം നമുക്ക് അടിപൊളിയായിട്ടും ചിരിയൊക്കെ തന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വല്യമ്മയുടെ മോനാണ് കേട്ടോ, ശ്രീതേട്ടൻ. ചേട്ടൻ ജിമ്മിൽ ട്രെയിനറാണ്. അങ്ങനെ ഒരു വിധത്തിലുള്ള ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അടുത്ത പരിപാടി ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കലും എഡിറ്റിങ്ങും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യലൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ അതിലൊന്നും ഇല്ല. ഞാനും ഇല്ല, മാമൻ്റെ മോളും മേഘനും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കാണ് ആ കുടുംബത്തിൽ തന്നെ ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ലാത്തതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി വീണ്ടും തൊട്ടപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചേച്ചി, പ്രീതി ചേച്ചി. ഇത് ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ. ചേച്ചിയുടെ അമ്മയും ആങ്ങളെയും നാത്തൂനും ഒക്കെയാണ്. അവരുടെ മക്കളൊക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി ഫോട്ടോ. വെളിച്ചക്കുറവ് കാരണം അങ്ങോട്ട് ക്ലിയർ ആയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ വീട്. തൊട്ടടുത്ത് തന്നെയാണ് അനിയൻ്റെ വീടും.
അതിന് തൊട്ടടുത്ത് തന്നെയാണ് തറവാടും. അപ്പോൾ എല്ലാം അടുത്തടുത്താണ്. ഞങ്ങൾ പിന്നെ വരുന്ന വഴിക്ക് മേമയുടെ വീട്ടിൽ കയറി കേട്ടോ. ഇതാണ് കേട്ടോ വീട്, ഫ്രണ്ട് വ്യൂ. വരുന്ന വഴിക്ക് ഞങ്ങൾ മേമയുടെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ചൊരു വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇറങ്ങാൻ നേരത്തത് ആ മാമൻ പോയിട്ടുണ്ടായിരുന്നില്ല. മാമൻ അവിടെ ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ മാമനും അമ്മായിമാരൊക്കെയാണ് പോയത്. വലിയ മാമൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.